നമസ്കാരം. ബംഗ്ലാദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നയുടൻ BNP നേതാവ് താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായതോടുകൂടി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അടുത്ത നയതന്ത്ര ബന്ധം എങ്ങനെയായിരിക്കും? ഇപ്പോഴത്തെ സ്ഥിതിക്ക് വലിയ മാറ്റമുണ്ടാകുമോ? ഇതെല്ലാമാണ് വിദേശകാര്യ വൃത്തങ്ങളിൽ നടക്കുന്ന ചർച്ച. എന്തായാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഇല്ല എന്നും രണ്ട് അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇതിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ലെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നമ്മളും നേരത്തെ വിലയിരുത്തിയതാണ്. ആ സാഹചര്യത്തിലേക്ക് തന്നെയാണ്, അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഭാവിയിലെ നയതന്ത്ര ബന്ധം രൂപപ്പെടുക. BNP എന്ന ഭരണകക്ഷി ഷെയ്ഖ് ഹസീനയെ എത്രമാത്രം ആർജവത്തോടുകൂടി തിരികെ ബംഗ്ലാദേശിലേക്ക് വിട്ടുകിട്ടണം എന്ന ആവശ്യം ഉന്നയിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന് തത്വമയിയും നേരത്തെ വിലയിരുത്തിയതാണ്. ഇപ്പോഴിതാ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരികയാണ്. അതായത് ബംഗ്ലാദേശിലേക്ക് ഈ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശ് വളരെ ശക്തമായി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഇടക്കാല ഗവൺമെന്റ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തിയതുപോലെയുള്ള സമ്മർദ്ദം ഇന്ത്യ ഗവൺമെന്റിന്മേൽ വരും കാല സർക്കാർ ചെലുത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് തീർച്ചയായും അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാകും. അതായത് ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന ആവശ്യം അത് ശക്തമായി തന്നെ ഇനിയും ബംഗ്ലാദേശ് ഉന്നയിക്കും എന്നാണ് അതിലെ സൂചന. പക്ഷേ അത് ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം മോശമാകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കില്ല എന്നാണ് BNP ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മിർസ ഫക്രുൽ ഇസ്ലാം ആലിംഗർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇന്ത്യയിലെ ഒരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം നിർണായകമായ സൂചനകൾ നൽകിയത്. അതായത് ഷെയ്ഖ് ഹസീന രാജ്യത്ത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രക്ഷോഭകാലത്തും മറ്റുമൊക്കെ ഷെയ്ഖ് ഹസീന ഗവൺമെന്റ് നടത്തിയ നരനായാട്ട് അത് തീർച്ചയായും ശിക്ഷ ഉറപ്പാക്കേണ്ട കുറ്റകൃത്യമാണ്. ഞങ്ങളുടെ നാട്ടിലെ കോടതി ഷെയ്ഖ് ഹസീനയെ ശിക്ഷിച്ചിട്ടുണ്ട്. അവരുടെ ശിക്ഷ നടപ്പാക്കാനായി അവരെ ഇന്ത്യയിൽ നിന്നും വിട്ടുകിട്ടേണ്ടത് ആവശ്യമാണ്. കാരണം അവർ ഇപ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ അടുത്ത അനുയായികളായ അവാമി ലീഗിൻ്റെ ഉന്നതരായിട്ടുള്ള പ്രവർത്തകർ, അതോടൊപ്പം തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ, ഇവരെയെല്ലാം ബംഗ്ലാദേശിലേക്ക് തിരികെ വിട്ടുകിട്ടേണ്ടതുണ്ട്. അത് ആ ആവശ്യം ഉന്നയിക്കുക തന്നെ ചെയ്യും. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ചെയ്തതുപോലെ ഇതിൻ്റെ പേരിൽ മുഴുവൻ നയതന്ത്ര ബന്ധവും ഇല്ലാതാക്കി കളയുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിക്കുകയില്ല എന്നാണ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഇപ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള നല്ല നയതന്ത്ര ബന്ധം ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ആവശ്യമാണ്. ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ വിട്ടു തന്നില്ല എന്ന ഒരു ഒറ്റ കാരണത്താൽ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധമോ ഇന്ത്യയുമായിട്ടുള്ള മറ്റ് നയതന്ത്ര ബന്ധമോ ഒരു കാരണവശാലും അവസാനിപ്പിക്കില്ല. കാരണം ബംഗ്ലാദേശിന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഏറെ സഹായകമാണ്. ചൈനയും ഇന്ത്യയുമായി ധാരാളം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ചൈനയും ഇന്ത്യയുമായി യോജിക്കാവുന്ന മേഖലകളിലൊക്കെ ഇപ്പോൾ യോജിച്ചു പോകുന്നു. അമേരിക്കയും ഇന്ത്യയുമായി എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇരു രാജ്യങ്ങളും യോജിക്കാൻ കഴിയുന്ന മേഖലകളിൽ യോജിച്ചു പോകുന്നു. ഈ രണ്ട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BNPയുടെ ജനറൽ സെക്രട്ടറി പറയുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധവും ഊഷ്മളമായി തന്നെ മുന്നോട്ട് പോകും. ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ തിരികെ ബംഗ്ലാദേശിന് തന്നാലും ഇല്ലെങ്കിലും ആ നയതന്ത്ര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് BNP ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. വ്യാപാര ബന്ധം അതൊരു തരത്തിലും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്നതല്ല. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് മറ്റ് ചില മാനങ്ങളുണ്ട്. പ്രത്യേകിച്ചും അതിർത്തി രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് വലിയ മാനങ്ങളുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പേരിൽ അറുത്ത് മുറിച്ച് കളയാൻ കഴിയുന്നതല്ല. വ്യാപാര ബന്ധം അതിനൊരു ഉദാഹരണമാണ്. മറ്റത് ഇന്ത്യയുമായിട്ടുള്ള മറ്റ് ചില മേഖലകളുടെ സഹകരണമാണ്. ഉദാഹരണത്തിന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഡിജിറ്റലൈസേഷൻ, ഇതിലൊക്കെ ഇന്ത്യക്ക് വളരെയധികം സംഭാവനകൾ ബംഗ്ലാദേശിന് വേണ്ടി നൽകാൻ കഴിയും. ധാരാളം ബംഗ്ലാദേശിലെ ചെറുപ്പക്കാർ തൊഴിൽ രഹിതരാണ്. അവർക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നൽകണമെങ്കിൽ ഇന്ത്യയുടെ സഹായം അവർക്ക് ആവശ്യമാണ്. ഇങ്ങനെ നിരവധി മേഖലകളിൽ ഇന്ത്യയുടെ സഹകരണത്തിന് വില നൽകുന്നവരാണ് BNP. അതുകൊണ്ട് BNP ഷെയ്ഖ് ഹസീന വിഷയത്തിന്മേൽ ഇന്ത്യ ഒരു കാരണവശാലും പിണക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നിപ്പോൾ വ്യക്തമാക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് പുതിയ പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ ചുമതലയേൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബംഗ്ലാദേശിൽ എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പകരം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും സംഘവും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബംഗ്ലാദേശിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിൽ കൂടിയായിരിക്കും ബംഗ്ലാദേശിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുക. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അതിന് വളരെ വലിയ വില കൽപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വരും ദിവസങ്ങളിൽ ഗംഗാ നദീജല കരാർ പുതുക്കി
കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ആ സമയത്തൊക്കെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയുമായിട്ടുള്ള വിഷയം, അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീന എന്ന ഒറ്റ വിഷയത്തിന്മേൽ ഇന്ത്യയുമായി ഉള്ള ബന്ധം തകരില്ല എന്നുറപ്പിച്ചു പറയുകയാണ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.